പണ്ട് നമ്മൾ ഈ മാധ്യമ വാർത്തകൾ കാണുന്ന കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഹേമലത, പിന്നെ എനിക്ക് തോന്നുന്ന അളകനന്ദ, പിന്നെ വേറൊരു അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, കുറേ പേരുണ്ടായിരുന്നു. അതുപോലെ ആകാശവാണിയിലും ദൂരദർശനിലുമൊക്കെ. അപ്പോൾ അവരൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ ആ വാർത്തയുടെ മാറ്റർ പറയുന്നു എന്നുള്ളതല്ലാതെ അവരുടെ മുഖത്തെ ഭാവപ്രകടനങ്ങളോ അല്ലെങ്കിൽ വികാരപ്രകടനങ്ങളോ ഒന്നും ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അവരുടെ ഒരു ഹൃദയ താല്പര്യത്തെ ഒന്നും തോന്നിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്കുണ്ടാകാറില്ലായിരുന്നു. എത്ര പോലെയെന്ന് വെച്ചാൽ ഈ ചില അസുഖങ്ങൾക്ക് ചില പുരുഷ ഡോക്ടറെ കാണുന്നതിന് അല്ലെങ്കിൽ സ്ത്രീ ഡോക്ടറെ കാണുന്നതിനൊക്കെ ചില പേഷ്യൻസ് ചില പ്രിഫറൻസ് നടത്താറുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പം വളരെ പ്രൊഫഷണലായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഈ ഡോക്ടറൊക്കെ ആയി നമ്മൾ ആ സംഗതിയിലൊക്കെ എൻഗേജ് ചെയ്ത് വർഷങ്ങൾ എടുക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന ഒരു സ്ത്രീ ശരീരം പുരുഷ ശരീരം എന്നൊക്കെ പറയുന്ന ഒരു ഫീലൊക്കെ അങ്ങ് പോയിട്ട് അതെല്ലാം ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടീഷൻ ചെയ്തെങ്കിലേ അതിലൊരു നീതിപൂർവമായ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും സാധ്യമാവുള്ളൂ. ഈ കണ്ടീഷനിങ് നമ്മുടെ ജുഡീഷ്യറിയിൽ ജഡ്ജസിന് ഉണ്ടാവണം. ഈ കണ്ടീഷനിങ് അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസർമാർക്കൊക്കെ ഉണ്ടാവണം. നമ്മൾ ആര് വിളിച്ചൊരു പാവപ്പെട്ടവനെ ദ്രോഹിക്കാൻ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ അവനൊരു സ്പേസ് വേണം. അല്ലെങ്കിൽ ഒരു ക്രൂരനെ സംരക്ഷിക്കാൻ പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ സംരക്ഷിക്കാമെന്നൊക്കെ ഏൽക്കുമ്പോഴും അവൻ ചെയ്ത ക്രൂരതയെ സംബന്ധിച്ചൊരു ബോധ്യം വേണം. അതൊക്കെ ഒരു മനുഷ്യൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതുപോലൊരു കണ്ടീഷനിങ് ഈ മാധ്യമപ്രവർത്തകർക്ക് സത്യം പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ എല്ലാ സീമകളിൽ ലംഘിക്കുന്ന ഒരു സംഗതിയാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റേത്. നമ്മൾ ജനൻ ടി വിയെയും ഒക്കെ കുറ്റം പറയുന്നെങ്കിലും അതിൽ അനിൽ നമ്പ്യാരൊക്കെ പറയുമ്പോൾ അനിൽ നമ്പ്യാരുടെ ഒരു പൊളിറ്റിക്സ് ആ വാക്കുകളിലൊക്കെ കാണുമെങ്കിലും ആ സന്തോഷഭാവവും ആനന്ദലഹരിയും നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷേ റിപ്പോർട്ടർ അങ്ങനെയല്ല. റിപ്പോർട്ടർ സാറിൻ്റെ ഒരു പ്രത്യേകത, അവർ ഈ പറഞ്ഞതുപോലെ അതൊരു മാധ്യമം എന്നുള്ള നിലയിലല്ല. മപ്ര എന്ന് വിളിച്ചാൽ പോലും മപ്രകൾക്കൊരു നാണക്കേടാണ്. അതിനപ്പുറത്ത് നമ്മൾ പണ്ട് ഈ പറയുന്നത്, ഈ എന്തെങ്കിലുമൊക്കെ ഒരു മോലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് പുള്ളിയുടെ ഒരു കിസ്സ ഇങ്ങനെ എഴുതി വിടുന്ന ചില പത്രങ്ങളുണ്ടല്ലോ നാട്ടിൻപുറത്തൊക്കെ, നമ്മൾ മഞ്ഞയെന്നോ അല്ലെങ്കിൽ ചുവപ്പെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന ചില പത്രങ്ങൾ, അതിൻ്റെ ഒരു റേഞ്ചിലാണ് സംഗതി ഇപ്പോൾ നിൽക്കുന്നത്. ദേ ഒരു വാർത്താവലോകനം ഇപ്പം കാണാം, അതേ കണ്ടോളൂ. 4 പേരുടെ ഒരു സന്തോഷം. ഞെട്ടുന്ന റിസൾട്ട് വരുന്നു. കണ്ണൂരിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ LDF ലീഡർ UDF കയ്യിൽ നിന്ന് കണ്ണൂർ കോർപ്പറേഷൻ പോകുമോ എന്നുള്ളതാണ് ആഗ്രഹമുള്ള. കോഴിക്കോട്, എറണാകുളം, കൊല്ലം, കണ്ണൂർ എല്ലായിടത്തും തിരുവനന്തപുരത്ത് LDF, തൃശ്ശൂരിൽ UDF, കോഴിക്കോട് LDF, എറണാകുളം LDF, കൊല്ലം LDF, കണ്ണൂരിൽ LDF ലീഡർ. അങ്ങനെയല്ല പറയണ്ടേ. തിരുവനന്തപുരം LDF, കോഴിക്കോട് LDF, എറണാകുളം LDF, കൊല്ലം LDF, കണ്ണൂർ LDF, തൃശ്ശൂരിൽ കണ്ടില്ലേ എന്തോ ഒരു ബഹളവും വെപ്രാളമാണ്. ലോകത്തെല്ലാവർക്കും അറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ അതിലെ ഓരോ വാർഡും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതായത് ഒരു വാർഡ് UDF ആണെങ്കിൽ അടുത്തൊരു വാർഡ് LDF ആയിരിക്കും, അടുത്തൊരു വാർഡ് BJP ആയിരിക്കും, വേറൊരു വാർഡ് സ്വതന്ത്രനായിരിക്കും. കാരണം ഇതൊരു ലിമിറ്റഡായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെ ഇങ്ങനെ ആവേശം കൊള്ളിച്ച് ഇവരെല്ലാവരും കൂടെ നിന്ന് ഈ കുത്തിമറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒരു തുടങ്ങിയതേ ഉള്ളൂ. ആദ്യം ഈ കോർപ്പറേഷൻ വാർഡുകൾ എണ്ണി തുടങ്ങി, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി കഴിഞ്ഞുള്ള ഒരു സീനാണ് ഈ കാണുന്നത്. എന്തോ ഒരു ബഹളവും വെപ്രാളവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, തീർന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടും അടുത്ത മറ്റൊരു സംഗതി വളരെ പെട്ടെന്ന് റെഡിയാക്കി ഇറക്കി. ആ സംഗതി എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, ഷാഫി പറമ്പിലിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ SDPIക്ക് ജയം. എന്നിട്ട് ഷാഫി പറമ്പിലിൻ്റെ നല്ലൊരു ഫോട്ടോയും. ഇവിടെ AKG സെൻ്റർ ഇരിക്കുന്നിടത്ത് തോറ്റ്, മാരാർ ഭവൻ നിൽക്കുന്നിടത്ത് വേറെ പാർട്ടിയാണ് ജയിച്ചത്, ഇന്ദിരാഭവൻ നിൽക്കുന്നിടത്ത് വേറെ പാർട്ടിയാണ് ജയിച്ചത്. പിന്നെ ഒരു കൂട്ടം ആളുകൾ, KK രാജേഷ് അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വേറെ ആളാണ് ജയിച്ചത്. പിന്നെ എവിടെ അങ്ങനെ ഓരോ സ്ഥലത്തും, അപ്പം നമ്മുടെ ജോസ് കെ മാണിയുടെ സ്ഥലത്ത് വേറെ ആളാണ് ജയിച്ചത്. അവിടെ ഒന്നും ഇത്ര ആഘോഷമില്ല. ഇത് വളരെ നല്ലൊരു കാർഡ് ഇറക്കി റെഡിയാക്കി ഒരു ടൈറ്റിലൊക്കെ വെച്ച് പുറത്തിട്ടേക്കുക. എന്താ കാര്യം? ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്നെ ഷാഫി പറമ്പിൽ രാജിവെക്കണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പറയുന്നില്ലേ ഷാഫിക്ക സുഡാപ്പിക്ക ആണെന്ന്. കണ്ടില്ലേ ഷാഫിക്കയുടെ വാർഡിൽ സുഡാപ്പി ജയിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു രസകരമായ രാഷ്ട്രീയ പ്രവർത്തനം. ഇനി രണ്ടാമത് മറ്റൊരു മാധ്യമപ്രവർത്തകയുടെ കുറിപ്പുണ്ട്. അത് സാക്ഷാൽ നമ്മുടെ ലക്ഷ്മി പത്മ മാഡത്തിൻ്റെ കുറിപ്പാണ്. മാഡം ഇപ്പോൾ
പിന്നെ എന്താ മലയാളം ന്യൂസിൽ നിന്ന് രാജിവെച്ചിട്ട് എന്താ ബിഗ്സ് ടി വിയിലേക്കോ മറ്റോ പോകാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് കേൾക്കണേ, ചിരിക്കരുത് നിങ്ങൾ. ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ഒട്ടും ചിരിക്കരുത്. ഞാനിത് ചിരിച്ചുപോയി. ചിരിച്ചിട്ടെൻ്റെ കുടല് വായി വന്നു. അതിജീവിതക്കൊപ്പം അചഞ്ചലം നിലയുറപ്പിച്ച ഈ നേതാക്കന്മാർക്ക് അവകാശപ്പെട്ടതാണ് UDFൻ്റെ വിജയത്തിളക്കം. കേരളം ഇരച്ചു വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിൽ മാറ്റമില്ലെന്ന് പരാതികൾ വെൽ ഡ്രാഫ്റ്റഡ് തന്നെ ആകണമെന്ന് പറഞ്ഞ കേക്കച്ചൻ എന്ന സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ വലിയ ശരിയാണെന്ന് കേരളം പറയുകയാണ്. ബോധ്യങ്ങളിൽ നിന്നാണ് രാഹുൽ വിഷയത്തിൽ നടപടിയെന്ന് വെട്ടിക്കിളിക്കൂട്ടത്തെ ഭയക്കാതെ പലവട്ടം പറഞ്ഞ RC രമേശ് ചെന്നിത്തല നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് അണികളെ ഓർമ്മപ്പെടുത്തി. ജയത്തിളക്കത്തിലും പാലക്കാട് ആരാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചതെന്ന് നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. ഫെനി നൈനന്മാർ എങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയെന്നും വിജയിച്ചെങ്കിലും വിക്ടിം ബ്ലെയിം നടത്തുന്ന ശ്രീനാദേവി കുഞ്ഞമ്മമാർ എന്താണ് ആത്യന്തികമായി നൽകുന്ന രാഷ്ട്രീയ സംഭാവനയെന്നും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കിയെല്ലാം അങ്ങ് പോട്ടെ. ഇവരെയൊക്കെ ആരാണ് മാധ്യമപ്രവർത്തകയെന്ന് വിളിക്കുക? ഇവർക്കൊക്കെ എന്ത് അനലിറ്റിക്കൽ സ്കില്ലാണുള്ളത്? ഇവരെന്തോ സോഷ്യോ പൊളിറ്റിക്കൽ അനാലിസിസാണ് ഈ റിസൾട്ടിൽ നടത്തിയത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ നടപടിയെടുത്തതുകൊണ്ടാണ് എല്ലായിടവും ജയിച്ചത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇത് പറഞ്ഞ ജില്ലയിൽ പോലും ഇത് ബാധിച്ചില്ലെന്നും അവിടങ്ങളിൽ പോലും ഈ റിസൾട്ട് ഒരു ബലവും ചെയ്തില്ലെന്നും ഇത് കേരള ജനത ശ്രദ്ധിച്ചില്ലെന്നും ഇതൊരു ഗൗരവമായ വിഷയമേ ആയിരുന്നില്ലെന്നും യഥാർത്ഥത്തിൽ ഇത് മാധ്യമങ്ങളിലൂടെ കത്തിച്ചത്രയും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയമായി പരിണമിച്ചില്ലെന്നും അല്ലേ ഈ റിസൾട്ട് പറയുന്നത്? ഞാൻ തെറ്റിനെ ന്യായീകരിക്കുകയല്ല. അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അത് വേറൊരു കാര്യം. പക്ഷേ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേരളം ജയിച്ചത് എന്ന് പറഞ്ഞാൽ എന്തൊരു അനാലിസിസാണ്, എന്തൊരു മാധ്യമപ്രവർത്തകയാണ് ഇവർ. ഇവരെയൊക്കെ പിന്നെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ആളുകൾ പരിഹസിക്കുന്നതിന് വല്ല കുറ്റവും പറയണോ? ഈ വർഷങ്ങളായി ഓരോരുത്തരത്തുനിന്ന് രാജിവെച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്നത് അവരുടെ സ്വകാര്യ ആഗ്രഹവും അല്ലെങ്കിൽ അവരുടെ നിലപാടും അവരുടെ കരിയറിൻ്റെ സംഗതിയൊക്കെ ആണെന്ന് പറയുമ്പോഴും ഈ കൊണ്ടുപോകുന്നവരൊക്കെ ഇത്രയും അനലിറ്റിക് സ്കില്ലുള്ള ഒരാളിനെ എന്ത് ന്യൂസ് അനാലിസിസ് നടത്താനാണ് എടുക്കുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഓരോ മേഖലയിലും പോളറൈസേഷൻ നടന്നത് എങ്ങനെയാണെന്നും കട്ട് അക്രോസ് കേരള ഇതെന്താ സംഭവിച്ചതെന്നും CPMകാർ പോലും നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട്, പുറത്ത് പറയുന്നില്ലെങ്കിലും. അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമേ അവരതിനകത്ത് കാണുന്നില്ല. അതൊക്കെ ഒരു സമയത്ത് പൊളിറ്റിക്കലായിട്ട് വരുന്ന സമയത്ത് അതിനെ ഉപയോഗിക്കുന്നു, അതിൽ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ മൊത്തം ജയിച്ചത്. ആ ബുദ്ധി രണ്ടു പേർക്കേ ഉള്ളൂ. ഒന്ന് ഈ മോൾക്കും മറ്റിത് പുറത്തു കൊണ്ടുവന്ന അവൾക്കൊപ്പം നിൽക്കുന്ന റിനി ആൻ ജോൺ എന്നോ മറ്റോ പറയുന്ന ആ സഹോദരിക്കും. അവരും നമ്മുടെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ നേതാവിൻ്റെ വിജയം എന്ന് പറഞ്ഞിട്ട് അതിൽ നിലപാടെടുത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന നന്നായി മറുപടി പറയുന്ന, വായിക്കുന്ന, നല്ല നിലപാടും ഉള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ സാറിന് പറയല്ല അഭിനന്ദിച്ച് അപമാനിച്ച് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ പറയും തോറും അദ്ദേഹത്തിൻ്റെ ഒരു പരിഗണന ഈ പാർട്ടിക്കാരുടെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലും കുറഞ്ഞു വരുന്നു എന്നൊരു സംഗതി അതിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.